വീണ്ടും വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിലെ പുനഃപരിശോധനാ ഹർജികളിൽ സുപ്രീംകോടതി ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടങ്ങി. കേന്ദ്രത്തിന്റെ വാദമാണ് ആദ്യം കേൾക്കുന്നത്. KM ഷബ്ന ചേരുകയാണ് സുപ്രീംകോടതിയിൽ നിന്ന്. ഷബ്ന, നമ്മൾ ഈ പറഞ്ഞതുപോലെ കോടതിയിലാണ് വാദം നടക്കുന്നതെങ്കിലും കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് രംഗത്തും ചർച്ചയാണ്. രുജേഷ്, തീർച്ചയായും. കാരണം ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന വേളയിൽ തന്നെ ശബരിമല കേസ് സുപ്രീം കോടതി പരിഗണിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം ആദ്യഘട്ടത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിനോട് ഇതിൽ നിലപാട് വ്യക്തമാക്കാൻ കോടതി ആവശ്യപ്പെട്ടിരുന്നു. സംസ്ഥാന സർക്കാർ ഇതിൽ എന്ത് നിലപാടെടുക്കും എന്നത് തന്നെയായിരുന്നു പ്രധാന ചോദ്യം. ഇതിൽ കൃത്യമായി സർക്കാർ നിലപാട് കോടതിയിൽ അറിയിച്ചു കഴിഞ്ഞു. കാരണം കോടതിക്ക് എന്ത് തീരുമാനിക്കുന്ന കാര്യത്തിലല്ല, ശബരിമലയിലെ സ്ത്രീപ്രവേശം ആചാര്യന്മാരുടെയും പണ്ഡിതരുടെയും അഭിപ്രായത്തിന് വിധേയമായിട്ടായിരിക്കണം എന്ന ഒരു നിലപാട് സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ദേവസ്വം ബോർഡും സമാനമായ നിലപാട് തന്നെ കോടതിയിൽ ആവർത്തിച്ചു. തന്ത്രി ശബരിമല സ്ത്രീപ്രവേശം അനുവദിക്കരുത് എന്ന നിലപാട് സ്വീകരിച്ചിരുന്നു. ഇന്നിപ്പോൾ കേന്ദ്ര സർക്കാർ ഇതുമായി ബന്ധപ്പെട്ട് ശബരിമല സ്ത്രീപ്രവേശ വിധി തെറ്റാണ്, അത്തരത്തിൽ ആചാരം സംരക്ഷിക്കാൻ കോടതികൾക്ക് ബാധ്യതയുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ കേന്ദ്ര സർക്കാരും വാദങ്ങളായി എഴുതി നൽകിയിരുന്നു. ഇന്ന് രാവിലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട വാദം സുപ്രീം കോടതിയിൽ ആരംഭിച്ചു. ആദ്യം ഇന്ദിരാ ജയ്സിംഗ് ഈ കേസിൽ 2018 വിധിയിൽ ഇതുവരെയും സ്റ്റേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഇവിടെ ഭരണഘടനാ ബെഞ്ച് ഈ ഒരു വിഷയം പരിഗണിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ഈ പുനഃപരിശോധന ഹർജികൾ പരിഗണിക്കരുത് എന്നൊരു ആവശ്യം ഉന്നയിച്ചിരുന്നു. അതിലേക്കൊന്നും കോടതി കടന്നില്ല. കോടതി ഇതിൽ കൃത്യമായി പറഞ്ഞത് ശബരിമല കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രം അത് കൃത്യമായി പരിശോധിക്കും എന്ന് ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഓരോരുത്തർക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട ചരിത്രമൊക്കെ കൃത്യമായി നോക്കും എന്ന് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് പറയുന്നത്. ഭരണഘടനാ ബെഞ്ചിൽ വാദം തുടങ്ങിയിട്ടുണ്ട്.